വെൽക്കം ടു ഡ്രീം ഷോ. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടൻറ്റ് ആൻഡ് കാഷ്യർ എക്സാമിൻ്റെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം PSCയുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് ചോദിക്കാറുള്ളത്. ഇതിനു മുൻപൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലായിട്ട് ആവർത്തിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം എഴുതി കഴിഞ്ഞവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് കൂടുതലായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ PSC എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആരും തന്നെ ഈ ഒരു എക്സാമിന് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ പകച്ചു നിൽക്കേണ്ട ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. ഈ ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ട് പോകണം. നമ്മൾ ജസ്റ്റ് ഓരോ ഒബ്ജക്റ്റീവായിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ്, അതായത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി പോയാൽ പോരാ. ഓരോ ടോപ്പിക്കിനെ കുറിച്ചും വളരെ വിശദമായി പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് പഠിക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. Ratios may be classified as. Ratios may be classified as first one profitability ratio, 2 coverage ratio, C turnover ratio, 4 financial ratio, 5 leverage ratio. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ റേഷ്യോസ് മേ ബി ക്ലാസിഫൈഡ് ആസ്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഏതൊക്കെയാണ് ഇതിൽ റേഷ്യോസ് ആയിട്ട് വരുന്നതെന്ന്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ്സ് ബിലോ. അപ്പോൾ താഴെ കുറച്ച് കോഡ്സ് കൊടുത്തിട്ടുണ്ട്. ആ കോഡ്സ് നോക്കിയിട്ട് കറക്റ്റ് ആൻസർ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അതിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് 1, 3 and 4. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ 1, 3 and 4 ആണ് ആൻസർ എന്നാണ്. ഓപ്ഷൻ ബി കൊടുത്തത് 1, 2, 3 and 4. ഓപ്ഷൻ സി 1, 3, 4 and 5. ആൻഡ് ഓപ്ഷൻ ഡി 1, 2, 3, 4 and 5. ഇങ്ങനെയാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ കറക്റ്റ് ആൻസർ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോസ് ഏതൊക്കെയാണ്? പ്രോഫിറ്റബിലിറ്റി റേഷ്യോ തന്നിട്ടുണ്ട്, കവറേജ് റേഷ്യോ, ടേൺ ഓവർ റേഷ്യോ, ഫിനാൻഷ്യൽ റേഷ്യോ ആൻഡ് ലിവറേജ് റേഷ്യോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് തന്നെ അറിയാം ഇതെല്ലാം തന്നെ റേഷ്യോസ് ആണ് അല്ലേ? ഇതെല്ലാം റേഷ്യോസിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് 1, 2, 3, 4 and 5 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട് 1956, എ പ്രൈവറ്റ് കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾസ്. ഇനി ഓപ്ഷൻസ് ആണ് വായിക്കാൻ പോകുന്നത്. റെസ്ട്രിക്ട്സ് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഇറ്റ്സ് ഷെയർസ് ഇഫ് എനി. B2 സെക്കൻഡ് വരുന്നത് ലിമിറ്റ്സ് ദ നമ്പർ ഓഫ് ഇറ്റ്സ് ഷെയർസ് ടു 50. ഷെയർസിൻ്റെ നമ്പർ 50 ആയിട്ടുള്ള ലിമിറ്റ് ഉണ്ടായിരിക്കും. അടുത്തത് പ്രോഹിബിറ്റ്സ് ദ ഇൻവിറ്റേഷൻ ടു ദ പബ്ലിക് ടു സബ്സ്ക്രൈബ് ഫോർ എനി ഷെയർസ് ഇൻ ഓർ ഡിബെഞ്ചേഴ്സ് ഓഫ് ദ കമ്പനി. പബ്ലിക്കിന് എന്ത് ചെയ്യാണ്? പ്രോഹിബിറ്റ്സ് ദ ഇൻവിറ്റേഷൻ ടു ദ പബ്ലിക് ടു സബ്സ്ക്രൈബ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് ഓഫ് ദ കമ്പനി. ആൻഡ് നെക്സ്റ്റ് വരുന്നത് പ്രൈവറ്റ് കമ്പനീസ് ഡു നോട്ട് ഇൻവോൾവ് പാർട്ടിസിപ്പേഷൻ ഓഫ് പബ്ലിക് ഇൻ ജനറൽ. ഇത്ര കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും നമ്മളോട് ചോദിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട് 1956 എ പ്രൈവറ്റ് കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾസ്. അപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഫീച്ചേഴ്സ് ഇതിൽ ഏതാ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിങ് ദ ഫോളോയിങ് കോഡ്സ് ആണ്. അപ്പോൾ കോഡ് വായിക്കാൻ പോവുകയാണ്. ഫസ്റ്റത്തെ പോയിന്റിൽ ഏല് പറയുന്നത് 1, 2 and 4 ആണ്. അപ്പോൾ നമ്മൾ വായിച്ച പോയിന്റ്സിൽ 1, 2 and 4. അടുത്തത് 1, 2 and 3 ആണ് പറയുന്നത്. നെക്സ്റ്റ് സി പറയുന്നത് 2, 3 and 4 ആണ്. ഓപ്ഷൻ ഡി പറയുന്നത് 1, 2, 3 and 4 ആണ്. അപ്പം ഓപ്ഷൻ ഡിയിൽ എല്ലാം പ്രൈവറ്റ് കമ്പനിയുടെ ഫീച്ചേഴ്സ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും പ്രൈവറ്റ് കമ്പനിയുടെ ഫീച്ചേഴ്സ് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള 4 കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 1, 2, 3 and 4 തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ കറക്റ്റാണ്. അപ്പം ആൻസർ ഡി ഓപ്ഷനാണ് വരുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ടേക്കൺ പ്ലേസ് ഇൻ ദ ഫോളോയിങ് കേസസ്. അതായത് പാർട്ട്ണർഷിപ്പിൻ്റെ ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത് ഏതൊക്കെ കേസിലാണ് ഉണ്ടാവുക എന്നാണ് ചോദിച്ചത്. ഫസ്റ്റ് പറഞ്ഞത് ഓൺ ദ എക്സ്പയറി ഓഫ് ദ പീരിയഡ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഇഫ് കോൺട്രിബ്യൂട്ടഡ് ഫോർ എ ഫിക്സഡ് പീരിയഡ്. നെക്സ്റ്റ് ഓൺ completion of a venture if constituted to carry out the venture. And next വരുന്നത് on the death of a partner. And fourth വരുന്നത് on adjudication of a partner as an insolvent. ഇത്ര കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ ഏത് കേസിലാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് വരുന്നത് എന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ കോഡ്സ് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ 1 and 3 ആണ്. ഓപ്ഷൻ ബി 2, 3 and 4, ഓപ്ഷൻ സി 1, 2, 3 and 4 ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ് ആണ്. അപ്പോൾ ഇതിൽ നിന്നും ഏതാണ് പാർട്ട്ണർഷിപ്പ് ഡിസൊല്യൂഷൻ വരുന്ന കേസ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് 1, 2, 3 and 4 ആണ്. അതായത് ഈ 4 കേസും പാർട്ട്ണർഷിപ്പ് ഡിസൊല്യൂഷനിൽ വരുന്ന കേസ് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അണ്ടർ ദ ഹെഡ് ഓഫ് കറണ്ട് ലയബിലിറ്റീസ് ദ ഫോളോയിങ് ഐറ്റംസ് ആർ ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ കമ്പനി. അതായത് കറണ്ട് ലയബിലിറ്റീസിൻ്റെ കേസിൽ അണ്ടർ ദ ഹെഡ് കറണ്ട് ലയബിലിറ്റീസ് ഫൈനൽ അക്കൗണ്ട്സിൽ ഏതൊക്കെ കാര്യങ്ങളായിരിക്കും വരുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് ഷോർട്ട് ടേം ലോൺ ആണ്. സെക്കൻഡ് ഓപ്ഷൻ ആക്സെപ്റ്റൻസ് ഓർ ബിൽസ് പേയബിൾ. തേർഡ് ഓപ്ഷൻ സൺട്രി ക്രെഡിറ്റേഴ്സ്. ഫോർത്ത് ഓപ്ഷൻ അൺക്ലെയിംഡ് ഡിവിഡൻഡ്. ഫിഫ്ത്ത് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് ആൻഡ് അഡ്വാൻസ് ഇൻകം. ഇത്രയാണ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കറക്റ്റ് ആൻസർ ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസറായി വരുന്നത്? അപ്പോൾ അതിൽ നമുക്ക് കോഡ്സ് ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. 6th ആയിട്ട് ഒന്നുകൂടെ പറയുന്നുണ്ട് ഇൻട്രസ്റ്റ് എക്രൂഡ് ആൻഡ് ഡ്യൂ ഓൺ ലോൺസ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഓപ്ഷൻ എ തന്നിരിക്കുന്നത് 2, 3, 4 and 5 ആണ്. ഓപ്ഷൻ ബി 1, 2, 3, 4 and 5. ഓപ്ഷൻ സി 1, 2, 3 and 6 ആൻഡ് ഓപ്ഷൻ ഡി 1, 2, 3, 4, 5 and 6 ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 2, 3, 4 and 5. അപ്പോൾ ഇതിൽ 2, 3, 4 and 5 ആണ്. അപ്പോൾ 2 എന്ന് പറയുന്നത് ആക്സെപ്റ്റൻസ് ഓർ ബിൽസ് പേയബിൾ ആണ്. 3 നമ്മൾ പറഞ്ഞത് ഏതാണ്? സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. 4 നമ്മൾ പറഞ്ഞത് അൺക്ലെയിംഡ് ഡിവിഡൻഡ് ആണ്. ആൻഡ് 5 പറഞ്ഞത് ഏതാണ്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആൻഡ് അഡ്വാൻസ് ഇൻകം ആണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് അണ്ടർ ദ ഹെഡ് കറണ്ട് ലയബിലിറ്റീസിൽ വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എനിക്ക് നിങ്ങൾക്ക് നോട്ട്സായിട്ട് കാണിക്കണമെന്ന് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, സമയക്കുറവുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, ഈ രീതിയിൽ പഠിക്കാൻ നോക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ എഴുതിയെടുത്തിട്ട് തന്നെ പഠിക്കുക. കാരണം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഷുവറായിട്ടും പ്രതീക്ഷിക്കാം. ഇതുവരെ കഴിഞ്ഞ PSC എക്സാം തന്നെയാണ് നമുക്ക് തെളിവ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് നിങ്ങൾ ഒന്നുകിൽ കേട്ട് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയെടുത്തിട്ട് തന്നെ പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അണ്ടർ ദ ഹെഡ് ഫിക്സഡ് അസറ്റ്സ് ദ ഫോളോയിങ് ഐറ്റംസ് ആർ ഡിസ്ക്ലോസ്ഡ്. അണ്ടർ ദ ഹെഡ് ഫിക്സഡ് അസറ്റ്സിൽ ഏതൊക്കെ ഹെഡ്സ് ഓഫ് ഇൻകം ആണ് വരുന്നതെന്നാണ് ചോദിച്ചത്. ഫസ്റ്റ് വൺ ലാൻഡ്, നമുക്കറിയാം ലാൻഡ് ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. 2 ബിൽഡിങ്ങും വരും. 3 റെയിൽവേ സൈഡിങ്സ് ആണ്. 4 ലീസോൾസ് ആണ്. 5 ഗുഡ്വിൽ ആണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഫിക്സഡ് അസറ്റ്സ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ കോഡ് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ 1, 2, 4, 3, 5. ഓപ്ഷൻ ബി 5, 2, 1, 3, 4. ഓപ്ഷൻ സി 5, 1, 2, 4, 3 ആൻഡ് ഓപ്ഷൻ ഡി 5, 2, 1, 4, 3. അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണ് ആൻസർ. അതായത് 5, 1, 2, 4, 3 ആണ് ആൻസർ. അപ്പോൾ ഫിക്സഡ് അസറ്റ്സിൽ ഏതൊക്കെ വരും? 5 എന്ന് പറയുന്നത് ഗുഡ്വിലാണ്. 1 ലാൻഡ് ആണ്. 2 ബിൽഡിംഗ് ആണ്. 4 വരുന്നത് ലീസ് ഹോൾസ് ആണ്. 3 വരുന്നത് റെയിൽവേ സൈഡിങ്സ് ആണ്. ഇത്ര കാര്യങ്ങൾ ഫിക്സഡ് അസറ്റ്സിൽ വരുന്നതാണ്. അണ്ടർ ദ ഹെഡ് ഫിക്സഡ് അസറ്റ്സ് ദ ഫോളോയിങ് ഐറ്റംസ് ആർ ഡിസ്ക്ലോസ്ഡ്. പിന്നെ അടുത്തത് മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആൻഡ് സെലക്ട് ദ ആൻസർ യൂസിങ് കോഴ്സ് ഗിവൺ ബിലോ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? മാച്ച് ദ ഫോളോയിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്.
അപ്പോൾ അതിനൊരു എ സൈഡും ഉണ്ടാവും, ഒരു ബി സൈഡും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൽ എ സൈഡിൽ ലിസ്റ്റ് 1 ആണ് പറയുന്നത്, ബി സൈഡിൽ ലിസ്റ്റ് 2 ആണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾ യോജിച്ചത് ഏതാന്ന് വെച്ചാൽ ജോയിൻ ചെയ്തിട്ടുള്ളത് സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം വായിക്കാൻ പോകുന്നത് ലിസ്റ്റ് 1 ആണ്. ശ്രദ്ധിക്കാം. ലിസ്റ്റ് 1ൽ വരുന്നത് ഫിനാൻഷ്യൽ ലിവറേജ്, നെക്സ്റ്റ് ക്വിക്ക് റേഷ്യോ, നെക്സ്റ്റ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ആൻഡ് നെക്സ്റ്റ് മാർജിൻ ഓൺ സെയിൽസ്. ഇത്ര കാര്യങ്ങളാണ് ലിസ്റ്റ് 1ൽ വരുന്നത്. ലിസ്റ്റ് 2ൽ വരുന്നത് എഫിഷ്യൻസി, നെക്സ്റ്റ് പ്രോഫിറ്റബിലിറ്റി, നെക്സ്റ്റ് റിസ്ക് ആൻഡ് നെക്സ്റ്റ് ലിക്വിഡിറ്റി. അപ്പം ലിസ്റ്റ് 1ൽ നിന്നും ലിസ്റ്റ് 2ലേക്ക് ഏതാണോ ജോയിൻ ചെയ്യാൻ പറ്റുന്നത്, ഏതാണോ യോജിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിന് മാച്ച് ആയിട്ടുള്ള കോഡ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ കോഡ്സ് തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് ഓപ്ഷനിൽ വരുന്നത് A3 ആണ്. അതായത് A3 എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ലിവറേജിന് വരുന്നത് ലിസ്റ്റ് 2ൽ വരുന്ന 3 ആയ റിസ്ക് ആണ് എന്ന്. പിന്നെ അതുപോലെ അതിൽ തന്നെ ഓപ്ഷൻ എയിൽ ബി പറയുന്നത് 4 ആണ്. അതായത് ക്വിക്ക് റേഷ്യോക്ക് മാച്ചായി വരുന്നത് ലിക്വിഡിറ്റി ആണ്. ആ രീതിയിലാണ് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ വായിക്കാം. ഓപ്ഷൻ എയിൽ വരുന്നത് A3 B4 C1 D2 ആ രീതിയിൽ. ഓപ്ഷൻ ബി A4 ആണ്, B3 C1 ആൻഡ് D2. ഓപ്ഷൻ സിയിൽ പറയുന്നത് A4 B3 C2 D1. ഓപ്ഷൻ ഡിയിൽ പറയുന്നത് A3 B4 C2 ആൻഡ് D1 എന്നാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആയി വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ എ വരുന്നത് 3 ആണ്. അതായത് ഫിനാൻഷ്യൽ ലിവറേജിന് മാച്ചായി വരുന്നത് റിസ്ക് ആണ്. പിന്നെ B4 ആണ്. അതായത് ക്വിക്ക് റേഷ്യോക്ക് മാച്ചായി വരുന്നത് ലിക്വിഡിറ്റി ആണ്. C1 ആണ്. അതായത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എഫിഷ്യൻസി ആണ്. D2 ആണ്. അതായത് മാർജിൻ ഓൺ സെയിൽസിന് മാച്ചായി വരുന്നത് പ്രോഫിറ്റബിലിറ്റി ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സമാധാനമായി കേൾക്കാം. കാരണം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ എല്ലാത്ത രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആസിഡ് ടെസ്റ്റ് റേഷ്യോ ഷുഡ് നോർമലി ബി. ആസിഡ് ടെസ്റ്റ് റേഷ്യോ, അതിൻ്റെ റേഷ്യോ എത്രയാണെന്നുള്ളതാണ്. ഇപ്പം അറിയുന്നവർക്ക് പെട്ടെന്ന് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഓപ്ഷൻ എ 2:1, ഓപ്ഷൻ ബി 1:1, ഓപ്ഷൻ സി 3:1, ഓപ്ഷൻ ഡി 4:1. എന്താണ് ആൻസറായി വരിക? ആസിഡ് ടെസ്റ്റ് റേഷ്യോ 1:1 ആണ്. പിന്നെ അടുത്തത് മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 യൂസിങ് കോഡ്സ്. ഇപ്പോൾ നമ്മൾ വായിച്ച പോലെയുള്ളതാണ്. അതിൽ ലിസ്റ്റ് 1ൽ വരുന്നതാണ് റിയൽ അക്കൗണ്ട്സ്, നോമിനൽ അക്കൗണ്ട്സ്, പേഴ്സണൽ അക്കൗണ്ട്സ്. ലിസ്റ്റ് ബിയിൽ വരുന്നതാണ് ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. പിന്നെ അടുത്തത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അടുത്തത് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻ. അപ്പോൾ ഇതിൽ നിന്ന് മാച്ച് ചെയ്തിട്ട് എഴുതാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു +1 പഠിച്ച കുട്ടിക്ക് പോലും ചോദിക്കുമ്പം കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും PSC എക്സാമിന് ഇതേ രീതിയിലുള്ള കാഷ്യർ എക്സാമിനും അതുപോലെ മറ്റ് നെറ്റ് ആൻഡ് സെറ്റ് എക്സാമിനും ഒക്കെ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഓപ്ഷൻസ് എഴുതിയിട്ടില്ല കേട്ടോ. കാരണം ഇത് അത്രയും സിമ്പിൾ ആയതുകൊണ്ടാണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളതിൽ ഓപ്ഷൻ സി ആണ് വരിക. അതായത് ഫസ്റ്റ് വരുന്നത് റിയൽ അക്കൗണ്ട്സ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് വരുന്നതെന്ന് വെച്ചാൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്ന സമയത്ത് അവിടെ വരുന്നത് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻ. ഫസ്റ്റ് വരുന്നത് ഞാൻ പറഞ്ഞു റിയൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്ന സമയത്ത് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻ. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്ന സമയത്ത് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ആ രീതിയിലാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്? ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഏതാണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യണം. അതിലൊന്നാമത് പറയുന്നത് ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് എ ബിസിനസ്. അത് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവാണെന്ന് നമുക്കറിയാം. 2 കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. 3 ഡെപ്പിക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. നെക്സ്റ്റ് ടു മേക്ക് ഇൻഫോർമേഷൻ അവൈലബിൾ ടു വേരിയസ് ഗ്രൂപ്പ്സ് ആൻഡ് യൂസേഴ്സ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ കോഡ്സ് പറയുന്നത് എയിൽ പറയുന്നത് 1 and 2,
ബിയിൽ പറയുന്നത് 1 and 3, സിയിൽ പറയുന്നത് 1 and 2 and 3, ഡിയിൽ പറയുന്നത് 1, 2, 3 and 4 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആൻസർ അറിയാം, 1, 2, 3 and 4 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻറ്റ് ഓഫ് കോറിലേഷൻ മെത്തേഡ് ഓഫ് മെഷറിംഗ് കോറിലേഷൻ ഈസ്. അതിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. എ ഗ്രാഫിക് മെത്തേഡ്, ബി മാത്തമാറ്റിക്കൽ മെത്തേഡ്, സി പൊസിഷണൽ മെത്തേഡ് ആൻഡ് ഡി നൺ ഓഫ് ദ എബവ്. ഏത് മെത്തേഡാണ്? കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ മെത്തേഡാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? മാത്തമാറ്റിക്കൽ എന്നതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോറിലേഷൻ ബിറ്റ്വീൻ ഇൻകം ആൻഡ് ഡിമാൻഡ് ഈസ്. കോറിലേഷൻ ബിറ്റ്വീൻ ഇൻകം ആൻഡ് ഡിമാൻഡ് ഈസ്. അതിൽ വരുന്നത് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി, ആ രീതിയിലാണ്. ഓപ്ഷൻ എ നെഗറ്റീവാണ്, ഓപ്ഷൻ ബി പോസിറ്റീവാണ്, ഓപ്ഷൻ സി 0 ആണ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ് ആണ്. അപ്പോൾ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? കോറിലേഷൻ ബിറ്റ്വീൻ ഇൻകം ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വൈഡ്ലി യൂസ്ഡ് മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് കോറിലേഷൻ? നമ്മൾ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഏതാണ് കോറിലേഷന് വേണ്ടിയിട്ട്? ഇപ്പോൾ തന്നെ കുറേ പേർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും, എന്നാലും ഞാൻ ഓപ്ഷൻ വായിക്കാം. എ സ്കാറ്റർ ഡയഗ്രാം മെത്തേഡ്, നെക്സ്റ്റ് ബി കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് മെത്തേഡ്, സി ചാൾസ് സ്പിയർമാൻ മെത്തേഡ് ആൻഡ് ഡി നൺ ഓഫ് ദ എബോവ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്, കാൾ പിയേഴ്സൺ മെത്തേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ? ഇതിൽ ഏതാണ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ എന്നാണ് ചോദിച്ചത്. എ ടാലി, ബി മിറാക്കിൾ, സി പ്രോഫിറ്റ് ആൻഡ് ഡി SPSS. ഇതിലേതാണ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ? ആൻസർ അതെ, ബി മിറാക്കിൾ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാരാമീറ്റർ റെഫേഴ്സ് ടു ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ. പാരാമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ നോക്കുന്നത്? എ പോപ്പുലേഷൻ, ബി സാമ്പിൾ, സി ബോത്ത് ആൻഡ് ഡി നൺ ഓഫ് ദ എബോവ്. ആൻസർ വരുന്നത് എ പോപ്പുലേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് എറർ ആർ മെയ്ഡ് വെൻ ദ ടെസ്റ്റ് റിജക്ട്സ് എ ഹൈപ്പോത്തസിസ് വിച്ച് ഈസ് ട്രൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യനും എപ്പോഴും വരാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഡാഷ് എറർ ആർ മെയ്ഡ് വെൻ ദ ടെസ്റ്റ് റിജക്ട്സ് എ ഹൈപ്പോത്തിസിസ്. ഒരു ടെസ്റ്റ് ഹൈപ്പോത്തിസിസിനെ റിജക്റ്റ് ചെയ്യാണ്, പക്ഷെ അത് എന്തായിരുന്നു? വെൻ ഇറ്റ് ഈസ് ട്രൂ. അത് ട്രൂ ആയിരുന്നു. അത് ടൈപ്പ് 1 എറർ ആണോ, ടൈപ്പ് 2 എറർ ആണോ? സി ചോദിക്കുന്നത് ബോത്ത് എ ആൻഡ് ബി ആൻഡ് ഡി നൺ ഓഫ് ദ എബോവ്. എന്തായാലും നമുക്ക് എ ആൻഡ് ബി വരില്ല എന്ന് ഉറപ്പാണ് അല്ലേ? അപ്പോൾ ഏത് എററാണിത്? ടൈപ്പ് 1 എറർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ടൈപ്പ് 1 എറർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. കാരണം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് ഞാൻ തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇനി വരുന്ന എക്സാമിന് കൂടുതലായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് തന്നെ എക്സ്പെക്റ്റ് ചെയ്തോളൂ. അപ്പോൾ നമുക്കിനി ഞായറാഴ്ചയാണ് എക്സാം, നവംബർ 7-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നോക്കാതെ ഈ രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇനിയുള്ള ക്ലാസ്സുകളിൽ ഞാൻ എനിക്ക് പറ്റുന്നിടത്തോളം നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് തരാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ചാനലിൻ്റെ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് നവംബർ 7-ാം തീയതിയിലുള്ള അക്കൗണ്ടൻറ്റ് ആൻഡ് കാഷ്യർ എക്സാം കഴിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്